കോഴിക്കോട് ചേവായൂർ കളാണ്ടിത്താഴത്ത് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ രണ്ടുപേർക്ക് ദാരുണ അന്ത്യമുണ്ടായി. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. ഹോട്ടലിൻ്റെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം കിട്ടാതെ ഇവർ രണ്ടുപേരും കുഴഞ്ഞു വീണു. രാഹുൽ സുരേഷ് മറ്റു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, വിശദാംശങ്ങൾ. എസ്കെൻ, കോഴിക്കോട് ചേവായൂരിനടുത്തുള്ള ഇരിങ്ങാടൻപള്ളിയിലാണ് ഈ അതിദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ആ സംഭവം അപകടം നടന്ന സ്ഥലത്താണ്. അതായത് അമ്മാസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഈ അപകടം നടന്നത്. ഈ ഹോട്ടൽ കഴിഞ്ഞ 2 ആഴ്ചയായി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് 2 തൊഴിലാളികൾ ഈ അമ്മാസ് ഹോട്ടലിന്റെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനായി ഇവിടേക്ക് വരുന്നത്. ഈ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പറയുന്ന അനുസരിച്ച് ആദ്യം ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനായി ഒരാൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഹോട്ടലിന്റെ അകത്ത് തന്നെയാണ് ഈ സെപ്റ്റിക് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ അകത്തേക്ക് ആദ്യം ഒരു തൊഴിലാളി ഇറങ്ങുകയായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ കുഴഞ്ഞു വീണു. അദ്ദേഹത്തെ രക്ഷിക്കാനാണ് രണ്ടാമത്തെ ഒരാൾ കൂടി ഇറങ്ങുന്നത്. രണ്ടുപേരും ഇതിന്റെ അകത്തു നിന്നുമുണ്ടായ ഈ ദ്രാവകം ശ്വസിച്ചുകൊണ്ട് രണ്ടുപേരും കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പറയുന്നത്. രണ്ടുപേരും ഇതുമായി ബന്ധപ്പെട്ട് മരിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നടുവെണ്ണൂർ കൂട്ടാലിയുടെ സ്വദേശിയായ റെനീഷ് 42 വയസ്സ്, മറ്റൊരാൾ കിനാലൂർ സ്വദേശിയായ അശോകൻ, ഈ 2 തൊഴിലാളികളാണ് ഇവിടെ വെച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇവിടെ എന്താണ് നടന്നത്? ഞാനിവിടെ തൊട്ടടുത്തുള്ള ടീമാസ് കഫേ എന്ന് പറഞ്ഞ ഷോപ്പ് നടത്തുന്നതാണ്, അടുത്ത് ചേർന്നുകൊണ്ടുള്ളത്. വൈകിട്ട് ഒരു 4 മണിക്കാണ് ഇവർ വരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പണിക്കാർ വരുന്നത്. അവർ വന്നു കണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ഹോട്ടലിൻ്റെ ആ സ്ത്രീയുടെ കരച്ചിൽ കെട്ടാണ് ഓടി വരുന്നത്. അവർ ആരെങ്കിലും ഓടി വരണമെന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് വന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ആരും കാണുന്നില്ലായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരാൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണുന്നില്ല. അങ്ങനെ പിടിച്ച് കയറ്റാൻ മറ്റേ ആൾ നോക്കിയപ്പോൾ അങ്ങനെയും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടാങ്കിൻ്റെ അകത്ത് പോയി നോക്കുന്നവരെ ടാങ്കിൻ്റെ അകത്തേക്ക് ഒന്നും കാണുന്നില്ലായിരുന്നു. പിന്നെ അപ്പം തൊട്ട് നാട്ടുകാരൊക്കെ വിളിച്ച് വരുത്തി നോക്കുന്നതായിരുന്നു. നാട്ടുകാർ കുറേ ആൾക്കാർ വന്നിട്ട് നോക്കി ഇറങ്ങാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ ആ ടാങ്കിൻ്റെ ആ ടോക്സിക്കിൻ്റെ സ്മെല്ല്, ഗ്യാസിൻ്റെ സ്മെല്ല് കാരണം ആർക്കും അങ്ങോട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം അത് വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റ് ഫില്ല് ചെയ്യുന്ന ടാങ്കാണത്. ടാങ്കിൽ വെള്ളം ഒരു 2 അടിയൊക്കെ അത്രയും വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷേ കാരണം ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ളൂ ഹോട്ടലിൽ. ഒരു 10-15 ദിവസമായിട്ട് ഇവർ ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർ ബിൽഡിങ്ങിന് ഓണർക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്നൊരു അഗ്രിമെൻ്റ് ഉണ്ട്. കാരണം നമ്മളെ വേസ്റ്റും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണമല്ലോ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂറിലധികം ഈ 2 തൊഴിലാളികളും ഇതിന്റെ അകത്ത് കിടന്നിരുന്നു. അതിനുശേഷം പോലീസും ഫയർഫോഴ്സും എത്തിയ ശേഷമാണ് ഈ തൊഴിലാളികളെ പുറത്തെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ ഹോട്ടൽ നടത്തിയിരുന്ന രാജശ്രീ ഈ രക്ഷാപ്രവർത്തനത്തിനിടെ കുഴഞ്ഞു വീണിട്ടുണ്ട്. അവരെയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എസ്കെ. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സങ്കടകരമായ വാർത്തയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.